ഒരു യാത്രയാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം സ്വയം ഒന്ന് ചോദിക്കുക, എനിക്ക് കുഞ്ഞു വേണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്. എപ്പോഴാണോ നമ്മൾ മാനസികമായിട്ട് പാരൻറ്റിങ്ങിന് തയ്യാറാവുന്നത് ആ നിമിഷം മുതൽ നമ്മൾ പാരൻ്റ് ആയി എന്നാണ്. മറ്റൊരാളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ആവരുത് കുഞ്ഞെന്ന് പറയുന്നത്. ഫാമിലി ഒരു സേഫ് പ്ലേസ് ആയിരിക്കണം. രണ്ടാമതൊരു ബേബിയെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നേരത്തെ തന്നെ നമ്മുടെ മൂത്ത കുഞ്ഞിനെ ഒരുക്കേണ്ടതുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് റോൾസ് റെസ്പോൺസിബിലിറ്റിയുള്ള വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. നീ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, കുഞ്ഞുറങ്ങട്ടെ, നീ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുഞ്ഞ് കഴിക്കട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ പ്രസവം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സിംറ്റംസ് കാണിക്കണം എന്നില്ല, നിർബന്ധമില്ല. ഇല്ല, അത് എപ്പോൾ വേണമെങ്കിലും വരാം. മൈൽഡ് ലെവലിലുള്ള സ്ട്രെസ്സൊന്നും അത്ര കാര്യമായിട്ട് കുഞ്ഞിനെ ബാധിക്കില്ല. പക്ഷേ സ്ട്രെസ്സിൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ, സിവിയർ ആയിട്ടുള്ള സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ വരെ ബാധിക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആർ ദിവ്യശ്രീയാണ്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ സമൂഹത്തിലെ കുടുംബം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഒരാൾ അച്ഛനും അമ്മയും ആവാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഇവർ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നടത്തേണ്ടത്? ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് രണ്ടും, ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞ പോലെ നമ്മൾ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. ശാരീരികമായിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറെ കാണുക, നമ്മുടെ ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുക, എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് ഡയബറ്റീസോ തൈറോയിഡോ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള മെഷേഴ്സ് എടുക്കുക, ഫോളിക് ആസിഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഡോക്ടർ തരും. അതുപോലെ തന്നെ കുറേ കൂടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ചേഞ്ച് ചെയ്യുക. ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചിട്ട് അങ്ങനെ ഒരു ഫിസിക്കലി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഇമോഷണൽ റെഡിനെസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട കാര്യം സ്വയം ഒന്ന് ചോദിക്കുക, എനിക്ക് കുഞ്ഞു വേണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്. ഓക്കെ, ആ ചോദ്യത്തിന് നമുക്ക് കിട്ടുന്ന ഉത്തരം ഞാൻ കല്യാണം കഴിച്ച് ഇത്ര നാളായി, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എല്ലാവരും ചോദിച്ചു തുടങ്ങി, നാട്ടുകാർ ചോദിക്കുന്നു, വീട്ടുകാർ ചോദിക്കുന്നു, പിന്നെ അല്ലെങ്കിൽ എനിക്ക് വല്ലാത്ത ഒറ്റപ്പെടലുണ്ട്, എൻ്റെ ഒറ്റപ്പെടൽ മാറുന്നത് ഈ കുഞ്ഞ് വരുമ്പോഴായിരിക്കും. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എങ്കിൽ സമയമായിട്ടില്ല എന്നാണ് അതിനർത്ഥം. നമ്മൾ ഇമോഷണലി റെഡി ആകുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം ഒരു കുഞ്ഞുണ്ടാവേണ്ടത് സ്നേഹത്തിൽ നിന്നാണ്. നമ്മുടെ വിവാഹ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് നമ്മുടെ സ്നേഹമാണെങ്കിലും സമയമാണെങ്കിലും എല്ലാ എഫേർട്ടും ഇടാൻ നമുക്ക് പറ്റും എന്ന് ഉറപ്പ് വരുന്ന സമയത്താണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതോടൊപ്പം നമ്മൾ വന്നേക്കാവുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും, അതായത് ഇനി വരാൻ പോകുന്ന ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന അതിൻ്റെ നല്ല വശങ്ങൾ മാത്രമല്ല, നമ്മളതിൽ കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ റോള് ചേഞ്ച് ചെയ്യും. നമുക്കിപ്പോൾ ഒരു കരിയർ ഉണ്ടെങ്കിൽ മേ ബി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ബ്രേക്ക് വന്നേക്കാം, അപ്പോൾ അതിന് റെഡി ആവേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വേണ്ടി കുറേ സമയം കിട്ടാണ്ടാവും. പിന്നെ നമ്മുടെ ഉറക്കം, പ്രധാനമായിട്ട് ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. ഇപ്പം ഇങ്ങനത്തെ കുറേ ചെറുതും വലുതുമായ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഈ മാറ്റങ്ങളെല്ലാം അതിൻ്റേതായ രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ട് എടുത്തുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ നോക്കാൻ പറ്റും എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഓക്കെ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് പറയുന്നത്. ഈ എപ്പോഴാണോ നമ്മൾ മാനസികമായിട്ട് പാരൻറ്റിങ്ങിന് തയ്യാറാവുന്നത് ആ നിമിഷം മുതൽ നമ്മൾ പാരൻ്റ് ആയി എന്നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വിവാഹം കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടികളായില്ലേ എന്നുള്ളത്. അത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ സമൂഹത്തിൽ നിന്നായിരിക്കും, അയൽക്കാരിൽ നിന്നായിരിക്കും, കുടുംബത്തിൽ നിന്നായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ പാരൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് മുത്തച്ഛനും മുത്തശ്ശിയും ആവാനുള്ള ആഗ്രഹമുണ്ട്, നിങ്ങൾ എന്താണ് ഒരു കുട്ടീനെ നോക്കാത്തതെന്ന്. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നുള്ളൊരു പിന്തുണ ഇതിനു വേണ്ടി എന്തൊക്കെയാണ് നൽകേണ്ടത്? ഒരു കുടുംബം കൊടുക്കേണ്ടുന്ന പിന്തുണ വളരെ വലുതാണ്. അത് ഞാൻ പറയുന്നത് പ്രഗ്നൻസിക്ക് മുൻപ് മാത്രമല്ല, മുൻപും പ്രഗ്നൻസിയിലും ഡെലിവറിക്ക് ശേഷവും ഒക്കെ ഫാമിലിയുടെയും സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ ഇത്തരം ചോദ്യങ്ങൾ വരിക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആഗ്രഹങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാവും. ഓക്കെ, അത് ഓരോ കാലത്തും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ മറ്റൊരാളുടെ ആഗ്രഹത്തിന്, നമ്മുടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, മറ്റൊരാളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ആവരുത് കുഞ്ഞെന്ന് പറയുന്നത്. നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടാവുന്നതായിരിക്കണം കുഞ്ഞെന്ന് പറയുന്നത്. പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി, ഇപ്പോൾ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഫാമിലി ഒരു സേഫ് പ്ലേസ് ആയിരിക്കണം. അതായത് ഈ പറയുന്ന ആധികളൊക്കെ പറയാനും പങ്കുവയ്ക്കാനും അവിടെ ഒരു റീഅഷുറൻസ് കൊടുക്കാനും ഒക്കെ പറ്റുന്ന ആളുകളാണ് ഫാമിലിയിൽ ഉണ്ടാവേണ്ടത്. അതിന് പകരം അവിടെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന, അയ്യോ നീ അങ്ങനെ ചെയ്തോ, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, അല്ലെങ്കിൽ ആ ചെയ്ത് തെറ്റായിപ്പോയി, അങ്ങനെ കിടന്നത് തെറ്റായിപ്പോയി, അത് കഴിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുക. അതുപോലെ തന്നെ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക, അവരെയൊക്കെ നോക്കൂ, അവരെ അങ്ങനെ ചെയ്യുന്നില്ലേ, ഇങ്ങനത്തെ കമ്പാരിസണും ക്രിറ്റിസിസവും ഒക്കെ ഒഴിവാക്കിയിട്ട് കുറേ കൂടെ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് വീട്ടിൽ കൊടുക്കുക എന്നുള്ളതാണ്
ഫാമിലിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഈ ഒരു യാത്രയാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഈ യാത്രയിൽ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഒരു കുട്ടി ഉണ്ടായിരിക്കെ നമ്മൾ രണ്ടാമത്തെ കുട്ടീനെ പ്ലാൻ ചെയ്യുന്നു. അപ്പം ആദ്യത്തെ കുട്ടിക്ക് നമ്മുടെ ഒരു എക്സ്പെരിമെൻ്റൽ ബേബി എന്ന് വേണമെങ്കിൽ ആദ്യത്തെ കുട്ടീനെ നമ്മൾ പറയാം. നമ്മളെല്ലാം പഠിക്കുന്നതിൽ ആളിലൂടെയാണ്, നമ്മൾ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡും ആയിരിക്കും. അപ്പം ശരിക്കും രണ്ടാമത് ഒരാളെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ മൂത്ത കുട്ടീനെയും അതിനായി ഒരുക്കേണ്ടതില്ലേ? അതിനെന്തൊക്കെ കാര്യങ്ങളാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ രണ്ടാമതൊരു ബേബിയെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നേരത്തെ തന്നെ നമ്മുടെ മൂത്ത കുഞ്ഞിനെ ഒരുക്കേണ്ടതുണ്ട്. അല്ലാതെ അവസാന നിമിഷം വരെയല്ല. ആദ്യമേ നമുക്കൊരു ബേബിയും കൂടെ വരേണ്ടതിൻ്റെ പ്രാധാന്യം അത് അവിടെ തുടങ്ങിയിട്ട് കുഞ്ഞിന് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പം നമുക്ക് കഥകളായിട്ടും പുസ്തകങ്ങളായിട്ടും വീഡിയോ ആയിട്ടൊക്കെ സിബ്ലിങ്സിൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെ അവർക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ, നല്ല ചേഞ്ചസ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പിന്നെ അച്ഛൻ, അമ്മ, ഞാൻ എന്ന് പറയുന്നത് ഒരു ടീമായി നിന്നിട്ടാണ് ഈ ബേബിയെ വെൽക്കം ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു തോന്നലിലേക്കാണ് കുട്ടി വരേണ്ടത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളൊരു കാര്യം, കുഞ്ഞുങ്ങളെ ഇത് എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ബേബി വരുന്നു എന്ന് പറയുമ്പോഴേക്ക് ഈ കുഞ്ഞിൻ്റെ റുട്ടീനിലും കാര്യങ്ങളിലെല്ലാം വലിയ മാറ്റം വരും. അതായത് അവരുടെ റൂം മാറ്റുന്നു, ചിലപ്പം സ്കൂള് മാറ്റുന്നു, ഫ്രണ്ട്സ് മാറുന്നു, പിന്നെ അങ്ങനെ അതായത് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ ആക്കാനായിട്ട് അങ്ങനത്തെ ശ്രമങ്ങൾ. അപ്പോൾ ഒരിക്കലും സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ച് മൂത്ത കുട്ടിയിൽ ഉണ്ടാക്കാതിരിക്കുക. അപ്പോൾ അത് അതിൻ്റെ ജീവിതത്തെ കൂടെ അഫക്റ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ പ്രഗ്നൻസിയിലായിരുന്നാലും ഡെലിവറിക്ക് ശേഷം ബേബി വന്നിട്ടാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഈ കുഞ്ഞിന് ഒരു 1-on-1 അറ്റൻഷൻ കിട്ടുന്ന ഒരു ക്വാളിറ്റി ടൈം ഈ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം, മൂത്ത കുട്ടിയുടെ കൂടെ. അപ്പോൾ ഒരാൾ വരുമ്പോൾ എൻ്റെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്നല്ല, എനിക്ക് എന്തൊക്കെയോ അധികം കിട്ടി എന്ന് പറയുന്നൊരു തോന്നലാണ് കുഞ്ഞിലുണ്ടാവേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ആദ്യം കാണേണ്ടുന്ന ആൾക്കാരിൽ ഈ മൂത്ത കുഞ്ഞിനെ കൊണ്ടുവരണം. അതായത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണെന്ന് ആ കുട്ടിക്ക് തോന്നണം. പിന്നെ ഈ ഫസ്റ്റ് ടൈം ബേബിയെ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാർഡോ ഗിഫ്റ്റോ ഒക്കെ ഈ ബേബിയുടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. അത് നമുക്ക് പതിയെ ഇമോഷണൽ ബോണ്ട് കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണം. ഇപ്പോൾ ഡോക്ടർ വിസിറ്റിനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഈ അമ്മയും അച്ഛനും പോകുന്നു, കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് പോകുന്നു. അപ്പോൾ അതൊക്കെ ഈ കുട്ടിക്ക് മിസ് ചെയ്യുന്നതായിരിക്കും. ഡോക്ടർ വിസിറ്റിനൊക്കെ പോകുമ്പോൾ നമുക്ക് കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകാം കൂടെ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോവുക. ഇത് നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നതിനെ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് കാണാൻ കുഞ്ഞിന് പറ്റുന്ന രീതിയിൽ കുഞ്ഞിൻ്റെ ഒരു മാനസികാവസ്ഥയെ പരുവപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് പാരൻസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, ഇപ്പം ഇളയ കുട്ടീനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മൂത്ത കുട്ടിക്ക് കളിപ്പാട്ടങ്ങൾ മാറ്റുന്നു, അമ്മ കെട്ടിപ്പിടിക്കുന്നില്ല, അമ്മ ഹഗ് ചെയ്യുന്നില്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളൊക്കെ പറയുന്നൊരു കാര്യമാണ്, അമ്മ എന്നോടിപ്പം എൻ്റെ കൂടെ കിടക്കുന്നില്ല. അപ്പം ഒരു ഏജ് പ്ലാനൊക്കെ കൃത്യമായി വേണോ കുട്ടികൾ തമ്മിലും? അല്ലെങ്കിൽ പാരൻസ് അതിനുവേണ്ടി ഈ കുട്ടികളെ ഇങ്ങനെ മാറ്റി നിർത്താതെ, അതായത് മാറ്റി കിടത്താതെയൊക്കെ കൂടെ ഏതെങ്കിലുമൊക്കെ സൈഡിലൊക്കെ കിടത്തുക, അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ വേണ്ടി വരില്ലേ? തീർച്ചയായും അങ്ങനത്തെ പ്രിപ്പറേഷൻസ് വേണം. നമ്മൾ നോക്കണം, കുഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായതിനു ശേഷം അടുത്ത ആൾ വരുന്നു എന്ന് പറയുന്നതാണ് കുറേ കൂടെ നല്ലത്. എന്നാൽ വലിയ ഏജ് ഗ്യാപ്പ് ഇല്ലാതെയും. പിന്നെ ഈ മാറ്റി കിടത്തുന്നത് എപ്പോഴും ഒരു വിഷയമാണ്. അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു വലിയ പീരീഡ് അവിടെ ഉണ്ട്. ആ പീരീഡിൽ പതുക്കെ നമുക്ക് ഇപ്പം വേറെ ഗ്രാൻഡ് പാരൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം അവരുടെ കൂടെ, കുറച്ച് ദിവസം അമ്മയുടെ കൂടെ, ഇങ്ങനെ ഗ്രാജുവലായിട്ട് വേണം ആ ചേഞ്ച് കൊണ്ടുവരാനായിട്ട്. അല്ലാതെ എപ്പോഴും സംഭവിക്കുക പെട്ടെന്ന് അമ്മ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അപ്പം മുതലൊരു മാറ്റം, ഇതാണ് കുട്ടിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവുക. അപ്പോൾ കൂടുതൽ ആ കുട്ടിയെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കാര്യങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ കൂടെ റൈറ്റാണ് നമ്മുടെ സ്നേഹം കിട്ടുക എന്നുള്ളതും പരിചരണം കിട്ടുക എന്നുള്ളതും ഒക്കെ. അപ്പോൾ അതിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ഒരു സാധനം മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവാതെ വേണം ഇത്തരം സിറ്റുവേഷൻസിനെ പാരൻസ് കൈകാര്യം ചെയ്യാനായിട്ട്. ഒരു സ്ത്രീ അമ്മയാവാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ, അതായത് ഗർഭിണി ആവുമ്പോഴും ഈ പ്രസവത്തിന് ശേഷവും നേരിടുന്ന പ്രധാനപ്പെട്ട മാനസിക വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അതിലൊന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ശരിക്കും ഒരു മേജറായിട്ടുള്ള ഒരു ഹോർമോണൽ ഒരു ഷിഫ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പം ഈസ്ട്രജൻ്റെ പ്രൊജസ്ട്രോണിൻ്റെ ഒക്കെ അളവിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഹോർമോണൽ ബാലൻസിൽ ഉണ്ടാകുന്ന പ്രോബ്ലത്തോടനുബന്ധിച്ചിട്ട് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാവാനും ഡിപ്രഷൻ ഉണ്ടാവാനും അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി കൂടാനും ഒക്കെയുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു പീരീഡിൽ. അപ്പോൾ ഒന്ന്
ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണം തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ടിനനുസരിച്ചിരിക്കും. ലാക്ക് ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു വലിയ പ്രോബ്ലമാണ്. അതായത് ഒന്ന് പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന സപ്പോർട്ടുണ്ട്, ഫാമിലിയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന സപ്പോർട്ടുണ്ട്. അപ്പോൾ പാർട്ട്ണറിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഗ്നൻസി പീരീഡ് വൈഫാണ് കുഞ്ഞിനെ ക്യാരി ചെയ്യുന്നതെങ്കിൽ പോലും എല്ലാത്തിനും കൂടെ നിൽക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കിട്ടുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇമോഷണലിയും അതെ, അല്ലാതെയും അതെ. ഇപ്പോൾ ഫിസിക്കലി ആണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് പലപ്പോഴും സ്ത്രീകൾ പറയാറുണ്ട്, ഹസ്ബൻഡ് ഭയങ്കര ലവിങ് ആണ്, പക്ഷെ കൂടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊന്ന് കാലുവേദന ഉണ്ടൊന്ന് തടവിത്തരണം എന്ന് പറഞ്ഞാൽ ആരോട് പറയും? അതില്ല. അപ്പോൾ ഈ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതൊക്കെ കിട്ടാണ്ടിരിക്കുന്ന ഒരു സമയം. പിന്നെ അതോടൊപ്പം ഈ പറയുന്ന പോലെ നമുക്കും ഫിസിക്കലി വയ്യാതിരിക്കുന്നു, മറ്റൊരാളുടെ സപ്പോർട്ട് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിക്കാനും പറയാനും പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം എന്നില്ല നമ്മൾ ജീവിക്കുന്ന വീട്ടിൽ. ഇപ്പോൾ ഇൻലോസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിൽ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഈ ലാക്ക് ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലമാണ്. മൂന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞു, കരിയറിൽ വരുന്ന പ്രശ്നം. ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് കരിയറിൽ ഒരു ബ്രേക്ക് വരികയാണ്. അപ്പോൾ ഒന്നെങ്കിൽ ലീവ്, അത് ലോങ് ലീവ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പോകേണ്ടുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ റിസൈൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ആ റോൾ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ പലപ്പോഴും കാണാറുള്ളത്, ലേബർ റൂമിലേക്ക് പോകുന്നത് വരെ നമ്മൾ എല്ലാവരുടെയും ഭയങ്കര പ്രിയപ്പെട്ട കുട്ടി എന്ന് പറയുന്ന ഒരാളെയാണ് ഈ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ അവിടെ നിന്ന് കുഞ്ഞുമായിട്ട് തിരിച്ചു വരുമ്പോൾ മുതൽ നമ്മുടെ വീട്ടുകാരായിക്കോട്ടെ സൊസൈറ്റി ആയിക്കോട്ടെ ഈ തിരിച്ചു വരുന്ന ആളെ അമ്മ എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്കാണ് കാണുന്നത്. അപ്പോൾ അമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് റോൾസ് റെസ്പോൺസിബിലിറ്റിയുള്ള വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. നീ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, കുഞ്ഞുറങ്ങട്ടെ, നീ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുഞ്ഞ് കഴിക്കട്ടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഒരു മനുഷ്യനെ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യാം. പിന്നെ ഇത് കൂടാതെ കേട്ടിട്ടുണ്ടാവുമല്ലോ, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, അത് കാണാറുണ്ട്, ആങ്സൈറ്റി കാണാറുണ്ട്. അപ്പോൾ ഇത്തരം ഇഷ്യൂസ് എല്ലാം ഉണ്ടാവാറുണ്ട്. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പറഞ്ഞതിന് മുന്നേ തന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ പങ്കാളിയുടെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ചിലർ പറയുന്ന ഒരു സെലിബ്രിറ്റി ഇൻ്റർവ്യൂസിലൊക്കെ ചിലർ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഭർത്താവിൻ്റെ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അടുത്തേക്ക് വരരുത്, അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു എന്നൊക്കെ. അപ്പം എൻ്റെ കൂട്ടുകാരും അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹോർമോണൽ ഷിഫ്റ്റ് വരുന്നൊരു സമയമാണ്. അപ്പം നമ്മുടെ കുറേ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരും. നമ്മൾ ഭയങ്കര ഇറിറ്റബിലിറ്റി ഒക്കെ കൂടുന്ന ഒരു സമയമാണ്. അല്ലാതെ അതിപ്പോൾ ഹസ്ബൻഡിൻ്റെ സ്മെല്ല് ഹസ്ബൻഡിനോടുള്ള ഒരു വ്യക്തി വിദ്വേഷം കൊണ്ടോ ഒന്നുമല്ല. നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മാറി മാറി വരാം ഈ ഒരു പീരീഡിൽ. അത് പിന്നീട് ഓക്കെ ആയി വരികയും ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ അത്ര കണ്ടൊരു വലിയ പ്രശ്നമായിട്ട് കാണേണ്ടുന്ന കാര്യമില്ല. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങളിലുള്ള ഇറിറ്റബിലിറ്റി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണം മാനസികമായിട്ട്. ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ ഈ സമയത്ത് ഉണ്ടാവും, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നോർമൽ ഫേസിലേക്ക് വരും എന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പം ഡോക്ടർമാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. തീർച്ചയായിട്ടും, എപ്പോഴും അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻഫർമേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രോബ്ലമാണ്. നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ, ഇപ്പോൾ പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ചും ഭയങ്കര അൺസർട്ടനിറ്റിയുടെ ഒരു പീരീഡ് ഉണ്ട്. ഇത് എന്താവും എന്ന് നമുക്കറിയില്ല. രണ്ടാമത്തേത്, പിന്നെ ഞാൻ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശരിയാണോ എന്നറിയില്ല. അതായത് ഞാൻ ഈ ഭക്ഷണം കഴിച്ചാൽ ശരിയാകുമോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നത് പ്രശ്നം ഉണ്ടാകുമോ, ഈ ഡ്രസ്സ് ഇട്ടാൽ ഇനി അത് പ്രശ്നം ഉണ്ടാകുമോ, ഇങ്ങനെ നടന്നാൽ കുഴപ്പമാണോ, ഈ വണ്ടിയിൽ ട്രാവൽ ചെയ്താൽ കുഴപ്പമാണോ, ഇങ്ങനെ 100,000 ചോദ്യങ്ങളായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻസി, ഡെലിവറി, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഓരോരുത്തരും അവനവൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വീഡിയോ ഇടുന്ന കാലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പല സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കാതെ നമുക്ക് ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ എപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത്, ഒരു ഡോക്ടറെ അടുത്ത് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക, അത് ക്ലാരിഫൈ ചെയ്യുക. ഈ ഇൻഫർമേഷൻ ഓവർലോഡ് ഒഴിവാക്കുക. കാരണം അത് നെഗറ്റീവായിട്ടും കൂടെ നമ്മളെ എഫക്റ്റ് ചെയ്തതായിട്ട് കാണാറുണ്ട്. നമ്മൾ വാർത്തകളൊക്കെ കാണുന്ന ഒന്നാണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് ഭർത്താവിന് തന്നോട് സ്നേഹം കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരെ, അല്ലെങ്കിൽ ഈ ഒരു ഇമോഷൻ ഹാൻഡിൽ ചെയ്യാണ്ട് ആ ഇമോഷൻ്റെ പുറത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ട് കുഞ്ഞുങ്ങളെ ബക്കറ്റിൽ മുക്കിയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ചൊക്കെ കൊല്ലുന്ന അമ്മമാർ. അപ്പം ആദ്യം ഇതൊക്കെ വലിയൊരു ചർച്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാവുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ശരിക്കും എന്താണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ? അത് എല്ലാവർക്കും വരുന്ന ഒരു അവസ്ഥയാണോ? ഇതൊരു സാധാരണ കാര്യമാണോ? പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഡിപ്രഷൻ്റെ ഒരു വകഭേദം തന്നെയാണ്. കണക്കുകൾ പറയുന്നത് 7 സ്ത്രീ either പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇത് നോർമലാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരിലും ഇല്ല, 7 എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ സാധാരണയായിട്ട് കാണാറുള്ളതെന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സാഡ്നെസ്, അതായത് ഡെലിവറിക്ക് ശേഷം 1 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും വരാം.
പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അല്ലാതെ പ്രസവം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സിംറ്റംസ് കാണിക്കണം എന്നില്ല, നിർബന്ധമില്ല. ഇല്ല, അത് എപ്പോൾ വേണമെങ്കിലും വരാം. പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സാഡ്നെസ് ഉണ്ടാവുക, പിന്നെ ഭയങ്കരമായിട്ട് ഹോപ്പ്ലെസ് ആയതുപോലെ തോന്നുക. പിന്നെ എപ്പോഴും ക്ലിനിക്കൽ കേസിൽ കാണാറുള്ളത് ഇതൊരു സന്തോഷിക്കേണ്ട അവസരമായിട്ടും എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയാം. അതാണ് എപ്പോഴും ആൾക്കാർ പറയാറുള്ളൊരു കാര്യം. അപ്പോൾ അത് പറ്റുന്നില്ല എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള ഗിൽറ്റ്, എനിക്ക് കുഞ്ഞിനെ നോക്കാൻ സാധിക്കുന്നില്ല, ഞാനൊരു നല്ല മദർ അല്ല, ഇത്തരത്തിലുള്ള ചിന്താഗതി കുറച്ചും കൂടെ അതിൻ്റെ സിവിയറിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് സൂയിസൈഡൽ തോട്ട്സ് വരാറുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ സ്വയം അപകടപ്പെടുത്താനും അല്ലെങ്കിൽ സെൽഫ് ഹാം ചെയ്യുക, അല്ലെങ്കിൽ കുഞ്ഞിനെ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്നുള്ള പേടി, ഇതൊക്കെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ കുഞ്ഞിനെ അപകടപ്പെടുത്താനുള്ള തോന്നൽ ഉണ്ട് എന്ന് പറയുക, അല്ലെങ്കിൽ അങ്ങനെ പറ്റിപ്പോകുമോ, ഇത്തരം തോട്ട്സൊക്കെ വരുന്നത് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലും കാണാറുണ്ട്. പിന്നെ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് ഉണ്ട്, അത് റെയറായിട്ടുള്ളൊരു കണ്ടീഷനാണ്. പക്ഷേ ഒരു സൈക്കോസിസിൻ്റെ നമുക്കറിയാം ഡെല്യൂഷനും ഹാലൂസിനേഷനും ഒക്കെ ഉള്ളൊരവസ്ഥയാണ്, ഇതും കാണാറുണ്ട്. അപ്പോൾ ഈ രണ്ടിലും കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള അപകടം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്ന് പറയും, അതായത് സിവിയർ ആയിട്ടുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ. കാരണം അത് കുഞ്ഞിൻ്റെ സേഫ്റ്റിയും കൂടി നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഒരിക്കലും നമുക്ക് വളരെ നോർമലായിട്ട് ഒരു സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പോൾ അവർ കാണിക്കുന്ന പോലെ തന്നെ ബിഹേവിയർ എല്ലാവരും കാണിക്കണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അല്ലാതെ ബിഹേവ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ അത് തിരിച്ചറിയുകയും ആ ഏർലി വാർണിംഗ് സൈൻസ് കണ്ടുപിടിക്കുകയും അപ്പം തന്നെ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എടുക്കുകയും വേണം. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇത് തീർച്ചയായിട്ടും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറേ കൂടി അവെയർ ആയിട്ടിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഏർലി വാർണിംഗ് സൈൻസോ സിംറ്റംസോ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട കാര്യം. പോസ്റ്റ്പാർട്ടത്തിന് എന്തെങ്കിലും സൈൻ കാണിക്കുന്ന സമയത്ത് നമ്മളൊരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുക്കുക, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കുക എന്ന് പറഞ്ഞല്ലോ. നമ്മളിത് ആദ്യം വീട്ടിൽ തന്നെ പറയുന്ന സമയത്ത് നമ്മളോട് ചുറ്റുമുള്ള ആളുകൾ സംസാരിക്കാൻ സാധ്യതയുള്ളത് നിനക്ക് മാത്രമാണിത്, എൻ്റെ അമ്മ പ്രസവിച്ചിട്ടുണ്ട്, എൻ്റെ ചേച്ചി പ്രസവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാർ പ്രസവിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ശരിക്കും ഒരു പങ്കാളി, ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഭാര്യ പ്രസവിച്ച് കഴിഞ്ഞാൽ പോസ്റ്റ്പാർട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂഡ് വേരിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്? ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞ് ഒരു അവെയർനെസ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പോലും പലപ്പോഴും തിരിച്ചു കേൾക്കാറുള്ളത് ഇതൊക്കെ ഇപ്പോഴത്തെ സ്ത്രീകൾക്കല്ലേ ഉള്ളൂ, പണ്ടുള്ളവർക്കൊന്നും എന്താ ഇതൊന്നും ഉണ്ടാവാഞ്ഞത്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നുമോ എനിക്കും ഇതുണ്ട് എന്ന്. ഗ്ലോറിഫൈ ചെയ്യും. പിന്നെ ഉത്തരവാദിത്തം എടുക്കാനുള്ള മടിയാണ് ഇതിൻ്റെ കാരണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതല്ല, ഇതൊരു ക്ലിനിക്കൽ കേസ് തന്നെയാണ്. അപ്പോൾ അത് ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ നമ്മുടെ അടുത്ത്, ഇപ്പോൾ ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണ് വന്ന് കാണുന്നതെങ്കിൽ നമ്മൾ അതിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇനീഷ്യലി നമ്മൾ ഒരു അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി, അല്ലാതെ വെറുതെ അങ്ങ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണെന്ന് പറയല്ല. അതിന് കൃത്യമായ സ്കെയിലുകളുണ്ട്. അതിൽ ആങ്സൈറ്റി ഉണ്ടോ, ഡിപ്രഷൻ ഉണ്ടോ, സ്ട്രെസ് ഉണ്ടോ, കാര്യങ്ങൾ നോക്കി സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയുണ്ട്, ഇമോഷണലി എങ്ങനെയാണ് ആളെന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഈ ഇതിലേക്ക് എത്തിച്ചേരുക. അതിനുശേഷം അതിന് പറ്റുന്ന തെറാപ്പികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പാർട്ട്ണർ എന്നുള്ള നിലയ്ക്ക് ഇത്തരം ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് നോർമലൈസ് ചെയ്യാതെ ഇതെല്ലാവർക്കും ഉള്ളതാണ് എന്ന് ചിന്തിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം മനസ്സിൽ വയ്ക്കേണ്ട കാര്യം, നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ഒരു അമ്മ വേണം. ആ അമ്മയ്ക്ക് മാത്രമേ അത് ഗർഭപാത്രത്തിനകത്താണ് കുഞ്ഞെങ്കിലും പുറത്താണ് കുഞ്ഞെങ്കിലും ആ ഒരു കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുഞ്ഞിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഉറപ്പായിട്ടും ആ സമയത്ത് ഈ അമ്മയ്ക്കും കൂടെ കൊടുക്കേണ്ടതാണ്. അത് മനസ്സിലാക്കുക. അവർക്ക് ആവശ്യമുള്ളത് ചിലപ്പോൾ ഈ പാർട്ട്ണറിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. ചിലപ്പം വെറുതെ ലിസൺ ചെയ്താൽ മതിയായിരിക്കും അവരുടെ പ്രോബ്ലം. അത് ശ്രദ്ധിക്കുക, അതിനെ കൂടെ ഇരിക്കുക, റിയഷുറൻസ് കൊടുക്കുക, ഞാൻ കൂടെ ഉണ്ട്, ഇത് നമ്മുടെ കുഞ്ഞാണ്, നമ്മൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളിലും, അതായത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഈ പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് നമ്മൾ പറഞ്ഞില്ലേ, പലപ്പോഴും കാണാറുണ്ട് ഏത് ഡോക്ടറെ കാണണം, ഏത് ഹോസ്പിറ്റലിൽ പോകണം, ഇത്തരം കാര്യങ്ങളൊന്നും ഈ അമ്മയെ ഉൾപ്പെടുത്തില്ല. അപ്പം അവർക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ആശങ്കകളുണ്ടാവും. എനിക്ക് ഈ ഡോക്ടർ മതി, അല്ലെങ്കിൽ ഈ ആശുപത്രി മതി. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്യുക. കുഞ്ഞിന് പേരിടുന്ന കാര്യത്തിൽ, ചടങ്ങുകളുടെ കാര്യത്തിൽ, എല്ലാത്തിലും അമ്മയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക. അത് ഒരു കുറേ കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റണം, ഒരു ട്രോമയാക്കി മാറ്റാതെ. അതാണ് ഒരു പാർട്ട്ണർ ചെയ്യാനുള്ള കാര്യം.
ഗർഭകാലത്ത് സ്ത്രീകൾ ഭയങ്കരമായ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് കുഞ്ഞിനെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും? ഇത് കുട്ടിയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പറയും നമ്മുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് അത്ര ഫ്രജൈൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും മൈൽഡ് ലെവലിലുള്ള സ്ട്രെസ്സൊന്നും അത്ര കാര്യമായിട്ട് കുഞ്ഞിനെ ബാധിക്കില്ല. പക്ഷേ സ്ട്രെസ്സിൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ, സിവിയർ ആയിട്ടുള്ള സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ വരെ ബാധിക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതായത് കുഞ്ഞിൻ്റെ ഇമോഷണൽ റെഗുലേഷൻ ഇഷ്യൂസ് പിന്നീട് വരാനുള്ള സാധ്യതകൾ സ്റ്റഡീസ് പറയുന്നുണ്ട്. ADHD, ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് ഹൈ റിസ്ക് ഉണ്ടാവാം എന്ന് പറയുന്നുണ്ട്. അപ്പം കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ പീരീഡ് കുറേ കൂടെ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം എന്നുള്ളത്. ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ചില കുട്ടികൾ ഭയങ്കര കാമായിരിക്കും, ചില കുട്ടികൾ ഭയങ്കര എന്താ പറയുക ഹൈപ്പർ ആക്റ്റീവ് ലെവലിലേക്ക്. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ സിംറ്റംസെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതുപോലെ ഭയങ്കര കരച്ചിലായിരിക്കും, വഴക്കായിരിക്കും. ഇതൊക്കെ ഈ അമ്മയുടെ ഗർഭകാലവുമായി ബന്ധപ്പെട്ടാവാനുള്ളൊരു സാധ്യതയുണ്ടോ? കുട്ടികൾ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുന്നതിൻ്റെ കാരണം അമ്മയുടെ ഗർഭകാലത്ത് ഉണ്ടായിട്ടുള്ള മോശാനുഭവം ആണ് എന്ന് അത് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഹൈ റിസ്ക് ഉണ്ട്. അതായത് കുട്ടികൾക്ക് സ്ലീപ്പ് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇറിറ്റബിലിറ്റി കൂടാനുള്ള സാധ്യത ഒക്കെ ഇതുകൊണ്ടും കൂടെ ആവാം. മാനസിക സമ്മർദ്ദമുള്ള അമ്മമാർക്ക് മുലയൂട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ? സാധാരണയായിട്ട് അങ്ങനെ പറയാറുണ്ട്. നമുക്ക് സ്ട്രെസ് ലെവൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ലാക്ടേഷൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് പാല് കുറവാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ലാച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ മുലയൂട്ടാനുള്ള ഒരു കോൺഫിഡൻസ് കുറവ്, അല്ലെങ്കിൽ മോട്ടിവേഷൻ കുറഞ്ഞു പോവുക, ഇത് ശരിയാവുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന ലെവലിലേക്കൊക്കെ വരാം എന്ന് പറയാറുണ്ട്. അപ്പം ഒരു ലാക്ടേഷൻ കൺസൾട്ടൻറ്റിനെ കാണുക, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ, പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യുക, കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ള കാര്യം. എന്നിട്ട് സ്ട്രെസ് ലെവൽ മാക്സിമം കുറയ്ക്കുക. അതുപോലെ തന്നെ അമ്മമാരുടെ ബോഡി ഷേമിങ് നടത്തുന്നതും അതും പ്രത്യേകം കാണാൻ വരുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമ്മൾ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം. അത് കാണാൻ വരുന്നവർ കമ്പയർ ചെയ്യുന്നത് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല. അതായത് തടിച്ചു പോയി അല്ലെങ്കിൽ മെലിഞ്ഞു പോയി, അത് പ്രഗ്നൻസി കളറ്, അമ്മയെയും കുഞ്ഞിനെയും പറയും. അമ്മയെ തന്നെ പ്രഗ്നൻസി പീരീഡിൽ അമ്മ കറുത്തു പോകുന്നു, അത് കുട്ടിയുടെ ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ അമ്മ മെലിഞ്ഞു, അമ്മ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് കുട്ടിക്ക് ആരോഗ്യം ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്രിറ്റിസിസം പറയാറുണ്ട് ആൾക്കാർ. പിന്നെ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ അത് വരും. ഇനി മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്തില്ലേ പോലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഓരോരുത്തർക്കും കിട്ടുന്ന പരിചരണങ്ങൾ നോക്കുക. അതായത് ഗർഭകാലത്ത് അവരെ ഇങ്ങനെ നോക്കി, അവർ ഇന്ന ചടങ്ങുകൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ എക്സ്പെക്റ്റേഷൻസ് വയ്ക്കാൻ തുടങ്ങി. അതായത് എൻ്റെ ഗർഭകാലം ഇങ്ങനെ ആയിരിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, പിന്നെ ഞാൻ ഇന്ന കാര്യങ്ങൾ കഴിക്കണം, അതിന് ശേഷം വരാൻ പോകുന്ന ഫംഗ്ഷൻ ഇങ്ങനെ വയ്ക്കണം, എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡ് നമുക്കറിയാമല്ലോ. അതായത് പ്രസവത്തിന് മാത്രമായിട്ട് ഫാമിലി എല്ലാം ഒരു റൂമിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള റൂമുകളും എല്ലാ സജ്ജീകരണങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അത് ഇടുന്നത് തെറ്റാണെന്നല്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അവർക്കത് ഇഷ്ടമാണ്, അവരുടെ സാഹചര്യങ്ങൾ അതാണ്, അവരത് ചെയ്യുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ ഇതായിരിക്കും എനിക്ക് സംഭവിക്കുക എന്ന് വിചാരിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഹെൽത്തി ആയ രീതിയിൽ ഈ ഗർഭകാലം കൊണ്ടുപോകുക എന്നുള്ളതാണ്. സ്ട്രെസ്സ് കുറഞ്ഞ രീതിയിൽ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചുകൊണ്ട്, ലൈറ്റായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്തുകൊണ്ട്, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, കുറച്ചുകൂടെ നല്ല രീതിയിൽ ചിന്തിക്കുക, വായിക്കുക, നമുക്കിഷ്ടമുള്ള ഹോബീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പ്രിപ്പയർ ചെയ്തെടുക്കുക. പിന്നീട് അങ്ങോട്ടേക്കുള്ള കാര്യം ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണ്, അവരത് നോക്കും. നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ കുറേ വീഡിയോസ് കണ്ടതുകൊണ്ടോ ഓക്കെ ഇതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പഠിച്ചതുകൊണ്ടോ അതിൽ കാര്യമില്ല. എന്തെങ്കിലും കാര്യമായ സംശയങ്ങൾ വരുമ്പോൾ പ്രൊഫഷണൽസിനോട് ചോദിക്കുക, ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇല്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ, നമുക്ക് എപ്പോഴും ഈ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം, അവിടെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് പറയുന്നൊരു തോന്നലും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. മാനസികമായിട്ട് അത്ര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ല. സോ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഈ പ്രസവത്തിന് ശേഷം അമ്മമാർ എന്താണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഈ പ്രസവത്തിന് മുന്നേ തന്നെ, ഗർഭാവസ്ഥയിൽ തന്നെ എന്തെങ്കിലും രീതിയിൽ ഇതിന് തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റുമോ? ഓക്കെ, ഞാൻ ഇതിന് ഇപ്പം എനിക്കൊരു മാനസികാവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അപ്പം എന്തെങ്കിലും ഈ കാലഘട്ടത്തിന് മുന്നേ തന്നെ ചെയ്യാൻ പറ്റുമോ? പറ്റും. അതായത് പ്രസവത്തിന് മുൻപ് തന്നെ ഇപ്പോൾ പാരൻറ്റിങ് റിലേറ്റഡ് ക്ലാസ്സുകളുണ്ട്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകളുണ്ട്. അത് അറ്റൻഡ് ചെയ്യുക. പിന്നെ ഇനി വരാൻ പോകുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാക്കി വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ ജീവിതമല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്, ഇപ്പോൾ ഉറക്കം ഒരു വലിയ പ്രശ്നമാണ്. അതായത് നമുക്ക്
പ്രഗ്നൻസി പീരീഡിൽ തന്നെ ശരിക്കും പ്രോപ്പറായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഡെലിവറി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് അടുത്ത് കിടക്കുന്നത് കൊണ്ടും ഫീഡ് ചെയ്യേണ്ടുന്നത് കൊണ്ടും പിന്നെ ഒരുപാട് ആങ്സൈറ്റി ഉണ്ട്. അപ്പം കുഞ്ഞ് തുണി വലിച്ച് മുഖത്തിടുവോ എന്ന് പറയുന്നത് ഒരു അമ്മയുടെ ആശങ്കയാണ് ഞാൻ ഉറങ്ങിപ്പോകുന്ന സമയത്ത്. അപ്പോൾ ഇത്തരം പല കാര്യങ്ങൾ കൊണ്ടും അമ്മയ്ക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ ഉറക്കക്കുറവ് എന്ന് പറയുന്നത് വരും. ഈ പ്രശ്നം വരുമ്പോൾ ഞാൻ ഇതെങ്ങനെ ഫേസ് ചെയ്യും? എങ്ങനെ ഫേസ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കണം. അത് ആദ്യം മുതലേ ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇത് ഞാൻ വീട്ടിലാണെങ്കിൽ ആൾക്കാരുണ്ടാവും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ സഹായത്തിന് ഒരാളെ വെക്കും, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യും, ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. കരിയറിൻ്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇവിടെ എനിക്കൊരു ബ്രേക്ക് വന്നാലും കുഴപ്പമില്ല, ഞാനത് ഇങ്ങനെ കവറപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ലീവ് എടുത്താൽ മതിയാവും, എനിക്കിതിങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യത്തെ പറ്റിയും നമുക്ക് പേഴ്സണലി വന്നേക്കാവുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതിനെ ഞാൻ എങ്ങനെ മറികടക്കും എന്നുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ഒരു ജേണലൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. നമ്മുടെ ഓരോ ദിവസം ഇതൊരു ജേണിയാണെന്ന് പറയില്ലേ, ഓരോ ദിവസം ഇന്നത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, ഇന്നത്തെ നമ്മുടെ ഹാപ്പിനെസ് എന്തായിരുന്നു, ഇന്നത്തെ നമ്മുടെ വിഷമം എന്തായിരുന്നു, ഇതിൻ്റെ ഒരു ജേണലൊക്കെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. പിന്നെ റിലാക്സേഷന് വേണ്ടിയിട്ട് നമുക്ക് ബ്രീതിങ് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രീനേറ്റൽ യോഗയൊക്കെ ഉണ്ട്, അത് ചെയ്യാം. അല്ലെങ്കിൽ ഗൈഡഡ് മെഡിറ്റേഷനുള്ള ഇപ്പോൾ ആപ്സൊക്കെ അവൈലബിൾ ആണ്, നമുക്ക് മ്യൂസിക്കൊക്കെ കേട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള വഴികളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് സിസ്റ്റം, നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കൂടെ നിൽക്കുന്ന ആളുകളായിട്ടൊക്കെ എപ്പോഴും വിളിക്കുകയും അവരോട് സംസാരിക്കുകയും നമ്മുടെ ആശങ്കകളും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ്റെ തെറാപ്പി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ ചികിത്സിക്കുന്ന സമയത്ത് കുഞ്ഞിനെയും കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഉണ്ട്. അതായത് അത് രണ്ട് രീതിയിലുള്ള തെറപ്പി ഉണ്ട്. ഇപ്പോൾ തെറപ്പി നമുക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ഉണ്ട്. അതായത് അമ്മയുടെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ ഇപ്പോൾ CBT പോലെ അല്ലെങ്കിൽ സപ്പോർട്ടീവ് തെറാപ്പിയൊക്കെ കൊടുക്കാറുണ്ട്. അല്ലാതെ ഇപ്പം ഡയഡിക് തെറപ്പി എന്ന് പറഞ്ഞിട്ട് വേറെ സൈക്കോതെറാപ്പീസ് ഉണ്ട്, അതിൽ കുഞ്ഞിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അത് മെയിൻലി കുഞ്ഞിനെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ട് ഒന്നും കൂടെ ശരിയാക്കി എടുക്കാനാണ്. അതായത് ഏർലി സ്റ്റേജസിൽ ഉണ്ടാകുന്ന അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അമ്മ കുഞ്ഞ് ബോണ്ട് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ തന്നെ ഒത്തിരി എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരാനായിട്ടൊക്കെ ഇവർ തമ്മിലൊരു ഇൻട്രാക്ഷൻ ആവശ്യമാണ്. അപ്പോൾ ഇതൊന്ന് കൂട്ടാനായിട്ട് പിന്നെയെന്ന് വെച്ചാൽ കുഞ്ഞിനെ തെറപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഓൾറെഡി ഒരു കോൺഫിഡൻസ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ നോക്കുന്ന ഇപ്പോൾ ഐ കോൺടാക്റ്റ് ഒരു പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞ് അതായത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ കുഞ്ഞിൻ്റെ ശ്രദ്ധ വേണ്ട സമയത്ത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടച്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് അതിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുഞ്ഞിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് പലപ്പോഴും അമ്മയ്ക്ക് കിട്ടുന്ന ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. സോ അപ്പോൾ കുറേ കൂടി ഈസിയാണ് ആ ബോണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. അതിനാണ് കുഞ്ഞിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്. ന്യൂ ബോൺ ബേബി എന്ന് പറയുന്നത് പോലെ തന്നെ ന്യൂ ബോൺ മദർ എന്ന് വിശേഷിപ്പിക്കാനും നമുക്ക് പറ്റുമല്ലോ. അപ്പം പുതിയതായി അമ്മമാരാവുന്നവർക്ക് കുറേ ആശങ്കകൾ ഉണ്ടാവാറുണ്ട്. അപ്പം അവരുടെ അടുത്തേക്ക് ഇപ്പം നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും ഒക്കെ വന്ന് കുറേ അഭിപ്രായങ്ങൾ പറയും. ഒരിക്കൽ നമ്മളൊരു റീൽ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേര് വന്ന് ന്യൂ ബോൺ മദേഴ്സ് പറയുന്ന കമൻറ്റാണ്, ഞങ്ങൾക്ക് കുട്ടീനെ വഴിക്കുന്ന കിട്ടിയ പോലെയാണ് പാരൻസ് ഇടപെടുന്നത്, നോക്കാൻ അറിയില്ല, ഉറക്കാൻ അറിയില്ല, കഴിപ്പിക്കാൻ അറിയില്ല എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രാൻഡ് പാരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് ആണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ എത്രത്തോളം ഒരു ന്യൂ ബോൺ മദറിൻ്റെ അടുത്ത് ഇൻവോൾവ് ആവണം? ഈ ന്യൂ ബോൺ മദർ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഗ്രാൻഡ് പാരൻസ് നമ്മുടെ വീട്ടിൽ മാത്രമല്ല സൊസൈറ്റിയിൽ തന്നെ കുറേ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഒരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്, ഡെലിവറി കഴിയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഡെലിവറി കഴിഞ്ഞാൽ ഇത്ര ദിവസത്തേക്ക് ഹസ്ബൻഡിനെ വൈഫിൻ്റെ റൂമിൽ കയറ്റില്ല, അവരുടെ കൂടെ ഉറങ്ങാൻ പാടില്ല, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അതിപ്പോഴും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റം വരേണ്ട കാര്യമുണ്ട്. കാരണം ഇത് ആ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും കുട്ടിയാണ്, അവർ പ്ലാൻ ചെയ്തുണ്ടായ കുഞ്ഞാണ്. ഓക്കെ, ആ കുഞ്ഞ് ഈ ഭൂമിയിൽ വന്ന ഓരോ നിമിഷവും അമ്മയെ എത്രത്തോളം വേണം അത്രത്തോളം തന്നെ അച്ഛനെ ആവശ്യമാണ്. വൈഫിനും ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പീരീഡിലൂടെ കടന്നു പോയിട്ട് വരുന്ന ആളാണ്. അപ്പം ഈ ലോകത്ത് മറ്റാരേക്കാളും ചിലപ്പോൾ ആ സമയത്ത് വൈഫിന് ആവശ്യം ഹസ്ബൻഡിൻ്റെ പ്രസൻസും അയാളുടെ പരിചരണമായിരിക്കണം. അപ്പോൾ അത് മാറ്റി നിർത്തുക എന്ന് പറയുന്നത് എന്തെല്ലാം ചടങ്ങിൻ്റെ പേരിൽ മാമൂലുകളുടെ പേരിലാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. അത് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യില്ല. അവിടെയാണ് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനൊക്കെ കുറയും. അതായത് ഈ നമുക്ക് കുറച്ചും കൂടെ സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാ കാര്യത്തിനും അത് കണ്ടിട്ടുണ്ട്. ഞാൻ ലൈവായിട്ട് തന്നെ പലരുടെയും കേസിൽ കണ്ടിട്ടുണ്ട്. ആ സപ്പോർട്ട് അഷ്യൂർ ചെയ്ത് കൂടെ നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പലരും പെട്ടെന്ന് റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സമൂഹം തന്നെ കുറച്ചൊന്ന് മാറി ചിന്തിക്കണം, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. രണ്ടാമത്തേത് ആളുകളുടെ ഉപദേശങ്ങൾ, അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവരുടെ അടുത്തും പോയി നിങ്ങൾ ആരും ഇനി മുതൽ ഉപദേശിക്കരുത്, അഭിപ്രായം പറയരുത് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരാൾ ഉപദേശിക്കുമ്പോൾ, അഭിപ്രായം പറയുമ്പോൾ അത് എത്രത്തോളം എടുക്കണം എടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്.
അത് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, പിന്നെ പറയുന്നവരും കുറച്ചും കൂടെ സെൻസിബിൾ ആയിരിക്കണം. ഈ പറയുന്ന പോലെ അവരുടെ കുട്ടിയാണ് എന്നുള്ളത്, അവിടെ കൃത്യമായിട്ടുള്ളൊരു ബൗണ്ടറി ആവശ്യമുണ്ട് എന്നുള്ളത്, അവർക്കും ആ കുഞ്ഞിനെ വളർത്താനുള്ള ഒരു സ്പേസും കാര്യങ്ങളുണ്ട്. അതിപ്പോൾ പേരിടുന്ന കാര്യം മുതൽ ചടങ്ങുകൾ നടത്തുന്ന കാര്യം മുതൽ അങ്ങനെയൊക്കെ പല പല കേസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിലെ ചടങ്ങ്, അവരുടെ വീട്ടിൽ അങ്ങനെയാണ്, അത് നടത്താൻ പറ്റില്ല. അപ്പോൾ പേരിടുന്ന കാര്യത്തിൽ ഈ പേരിടാൻ പറ്റില്ല. പിന്നെ അങ്ങനെ കുഞ്ഞിനെ ഓരോരോ സ്റ്റേജിൽ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നതിലും എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. പുതിയൊരു മെമ്പർ വരുമ്പോൾ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ അത് മറ്റൊരാളുടെ ഒരു സ്പേസിൽ കയറി നിന്നുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാതിരിക്കുക എന്നുള്ളത് കുറച്ചുകൂടെ സെൻസിബിൾ ആവുക ആൾക്കാർ. നമ്മളാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്രയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാം. അത് വേണ്ട, എനിക്ക് അതിനോടല്ല താല്പര്യം, ഇല്ല എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, എൻ്റെ ആഗ്രഹം ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ഒരു സ്പേസ് മറ്റൊരാൾ തരുന്നില്ലെങ്കിൽ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അതെടുത്ത് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അവിടെ ചെയ്യാൻ പറ്റുക. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ മൂലം കുഞ്ഞുങ്ങളെ അമ്മമാർ കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ ആദ്യം തന്നെ സംസാരിച്ചിരുന്നു. ആ ഒരു അവസ്ഥയെ കുഞ്ഞിനെ കൊലപ്പെടുന്നത് നമ്മൾ നോർമലൈസ് ചെയ്യല്ല, അതൊരവസ്ഥ മൂലം സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത്തരത്തിൽ ഇത് തൻ്റെ അവസ്ഥ ഇതായിരുന്നു എന്ന് മനസ്സിലാക്കി പുറത്തേക്ക് വരുന്ന അമ്മമാരോട് സമൂഹം ഭയങ്കര മോശമായി ഇടപെടുന്നുണ്ട്. ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളോട് കുറച്ചും കൂടെ മാന്യമായി സമൂഹം ഇടപെടേണ്ടതില്ലേ? തീർച്ചയായും അത് കുറേ കൂടെ എമ്പതിയോടുകൂടി, കുറേ കൂടെ കമ്പാഷനോടുകൂടി നമ്മൾ കാണേണ്ടുന്നൊരു കാര്യമാണ്. കാരണം ലോകത്ത് ആരും അറിഞ്ഞുകൊണ്ട് അങ്ങനെ മറ്റൊരാളെ, സ്വന്തം കുഞ്ഞിനെ കൊല്ലുക എന്നൊന്നും പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ തരത്തിലേക്ക് അവരുടെ മാനസികാവസ്ഥ മാറിയിട്ടുണ്ടെങ്കിൽ കാര്യമായ എന്തോ പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ. അല്ലാതെ അതൊരു നോർമലായ കാര്യമല്ലല്ലോ. നോർമലാണെങ്കിൽ നമ്മളത് ചർച്ച ചെയ്യില്ലല്ലോ. അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതൊരു പ്രശ്നമാകുന്നത്, ഒരു തെറ്റാവുന്നത് അവിടെ എന്തോ അൺയൂഷ്വലായത് സംഭവിക്കുന്നത് കൊണ്ടാണ്. ഈ അൺയൂഷ്വലായ ഒരു കാര്യത്തിൻ്റെ പുറകിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും അവരുടെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി നമുക്ക് സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക നമ്മൾ പറയില്ലേ, അവരെ കൂടുതൽ ഉപദ്രവിച്ച് ആ മാനസികാവസ്ഥ കുറച്ചുകൂടെ വഷളാക്കി മാറ്റാതിരിക്കാൻ നമുക്ക് സമൂഹം ശ്രദ്ധിക്കേണ്ടത് തന്നെയുണ്ട്. ഈ ഗർഭകാലത്ത് ഒരു സ്ത്രീ ചിലപ്പോൾ ആങ്സൈറ്റിയിലോ കടന്നു പോകും, ഭയം ഉണ്ടാകും, ഉറക്കക്കുറവുണ്ടാകും. അപ്പം ഇത്തരം കാര്യങ്ങളുമായി ഒരു പ്രഗ്നൻ്റ് ആയ വുമൺ ഇപ്പം മാമിൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ അവരെ ഏതൊക്കെ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഓരോരുത്തർക്കും ഒരു ടൈലേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും. കാരണം ഓരോരുത്തരും അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ്. എന്നാൽ പോലും ജനറലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വരുമ്പോൾ ഒരു ഇവാലുവേഷനാണ് നമ്മൾ ചെയ്യുക. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ, അതായത് അവരുടെ പ്രോബ്ലംസ് എന്താണ്, അതുപോലെ തന്നെ അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ട് എന്താണെന്നൊക്കെ നോക്കും. അതുപോലെ തന്നെ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ടോ എന്നറിയാനായിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സ്കെയിൽസ് ഉണ്ട്. ആ സ്കെയിലുകൾ ഉപയോഗിക്കുക, അസസ് ചെയ്ത് നോക്കും സ്ട്രെസ് ലെവൽ എത്രമാത്രം ഉണ്ട്, ഡിപ്രഷൻ ഉണ്ടെങ്കിൽ എത്രമാത്രം, ആങ്സൈറ്റി ഉണ്ടെങ്കിൽ എത്രമാത്രം ഉണ്ട് എന്ന് നോക്കിയിട്ട് അത് കുറയ്ക്കാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള സൈക്കോതെറാപ്പികൾ പല രീതിയിലുള്ളതുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു CBT അല്ലെങ്കിൽ പിന്നെ സപ്പോർട്ടീവ് തെറാപ്പി അത് കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ കുഞ്ഞിനെ അമ്മയും ചേർത്തിട്ടുള്ള ഞാൻ പറഞ്ഞു ഡയഡിക് അപ്രോച്ചുകളുണ്ട്. അപ്പോൾ ഏതാണ് അവർക്ക് ഏറ്റവും മെഡിസിൻ ഉണ്ടോ? പോസ്റ്റ്പാർട്ടം ഡിപ്രഷന് മെഡിസിൻ ഉണ്ട്. എപ്പോഴും ഒരു അതിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ടാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു സിവിയർ ലെവൽ ഡിപ്രഷൻ ഉണ്ട് അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ മെഡിക്കേഷൻ ആവശ്യമാണ്. അപ്പം സൈക്യാട്രിസ്റ്റിനോടും കൂടെ സംസാരിച്ചിട്ട് അവരുടെയും കൂടെ ഒരു ഉപദേശങ്ങൾ എടുത്ത് അങ്ങനെ ഒരു മെഡിക്കൽ മാനേജ്മെൻ്റ് ആയിരിക്കും അവിടെ കൂടുതൽ എഫക്റ്റീവ് ആവുക. പോസ്റ്റ്പാർട്ടം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അമ്മമാരോട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന അമ്മമാരോട് എന്താണ് പറയാനുള്ളത്? പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരു തോന്നലോ ഒരു സങ്കല്പമോ അല്ലെങ്കിൽ നമ്മുടെ മടി കാരണം, ഉത്തരവാദിത്തം ഇല്ലായ്മ കാരണം വരുന്നൊരവസ്ഥയോ അല്ല. അതൊരു റിയൽ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്ന കാര്യം. അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മറികടക്കുകയും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയും ഈ പറയുന്ന മാതൃത്വം എന്ന് പറയുന്നത് ആസ്വദിച്ച് ജീവിക്കാനും പറ്റുന്നത് തന്നെയാണ്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആർ ദിവ്യശ്രീ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.